സർപ്രൈസുകൾ എന്നും എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് ഈ ചിത്രമൊക്കെ വരച്ചുള്ള സർപ്രൈസുകൾക്ക് കുറച്ച് മാധുര്യം കൂടും. ഇങ്ങനെ ഒരു ചിത്രം വരച്ച് വീട്ടുകാരെ ഞെട്ടിച്ചത് തൃശ്ശൂർ എടക്കഴിയൂർ സ്വദേശിയായ നിഷാദാണ്. നിഷാദ് ഗംഭീരമായിട്ടുണ്ട് പടം. അതായത് ഈ ഒരു ലീവ്സും അതിനോടൊപ്പം തന്നെ അതിനോട് ചേർന്നുകൊണ്ട് തന്നെയുള്ള ഒരു പോർട്രേറ്റും ഒക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു പ്ലസൻറ്റ് ഫീലാണ്. എന്താ ഇങ്ങനെ ചെയ്യാനായിട്ട് കാരണം? അല്ല, പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. ഞാൻ സാധാരണ ഈ വഴി കൂടെ നടന്നു പോകാറില്ലാണ്. അപ്പോൾ ഈ ഒരു മതിൽ കാണുന്ന സമയത്ത് എപ്പോഴും എന്തെങ്കിലും ഒന്ന് ഇവിടെ ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു കുറച്ച് നല്ല ഭംഗിയുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി എൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ്. അപ്പോൾ സിസ്റ്റർ സാധാരണ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ സമയത്ത് ഇവരറിയാതെ ഒന്ന് വരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് വരച്ചതാണ്. എത്ര സമയം എടുത്തു ഇതിങ്ങനെ വരച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്? ഇത് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ. അപ്പോൾ ഞാനൊരു 3 മണിയാകുമ്പോഴാണ് തോന്നുന്നുണ്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 5-5:30 ആകുമ്പോഴത്തേനും ഞാനത് ഫിനിഷ് ചെയ്തത്. ഞാനത് ഫിനിഷ് ചെയ്ത സമയത്താണ് അവർ പെട്ടെന്ന് ഇറങ്ങി വന്നത്. അതേ ഓടിയത്. ഇനി അതെന്തെങ്കിലും വഴക്ക് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഓടിയത്. പക്ഷേ പുള്ളിക്കാർക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടമായി. അല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകുമ്പോൾ. കാരണം ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഫേസാണ് വരച്ചിരിക്കുന്നത്. ഇത് ആരുടെയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ റാൻഡമായിട്ട് വരച്ചാണ് ഞാൻ. പ്രത്യേകിച്ച് ഒരു ഫേസ് ഒന്നുമില്ല. ജസ്റ്റ് ആ സമയത്ത് എന്താ വന്നത് ആ സമയത്ത് അത് വരച്ചതാണ്. കുട്ടിയുടെ മുടി എന്തായാലും നല്ല അടിപൊളിയായിട്ട് അതായത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട് ശരിക്കും. അതെ. ആക്ച്വലി ഇത് ഇങ്ങനെയുള്ള ആർട്ട് ഫോറിനിലൊക്കെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ അധികം ആരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ കൂടുതൽ ഇവിടെ വരയ്ക്കാൻ കാരണം. എന്താ ചെയ്യുന്നത് ശരിക്കും? ഈ എന്തായാലും ചിത്രകലയും ആയിട്ട് റിലേറ്റഡ് തന്നെ ആയിരിക്കുമല്ലോ. അതെ. ഞാൻ ക്രിയേറ്റീവ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. പ്രീ മാജിക് എന്ന് പറഞ്ഞ കമ്പനിയിൽ, കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കൊച്ചിയിൽ അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ നിഷാദിൻ്റെ സഹോദരി നിഷയായിരുന്നു ആ സമയത്ത് ഇവിടെ വന്ന് ഇത് കണ്ടത്. നിഷയുടെ വീടിൻ്റെ ഇതിലാണ് ശരിക്കും ഇത് വരച്ചത്. ആ ഒരു സമയത്ത് ആരോ വന്ന് ഓടിപ്പോകുന്നു. എന്താ പെട്ടെന്ന് സംശയിച്ചോ? ഞാൻ ഉറങ്ങി നീട്ടിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവിടെ ആരോ നിൽക്കണ പോലെ തോന്നിയപ്പോൾ അത് അങ്ങനെ വന്ന് നോക്കിയതാ. അപ്പോൾ പിന്നെ എന്താണെന്ന് അറിയില്ല, എന്നെ കണ്ടിട്ട് ഇനി ഇവിടെ വരച്ചതിന് എന്താണെന്ന് വെച്ചിട്ട് അവൻ അങ്ങനെ ഓടിയെന്ന് മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് വന്ന് നോക്കിയപ്പോൾ ബാക്ക് അവൻ്റെ പോലെ തോന്നി. ആളെയാണോ ശ്രദ്ധിച്ചത്, ആദ്യം പടാണോ ശ്രദ്ധിച്ചത്? ഞാൻ ആദ്യം എന്താ ഇവിടെ ചെയ്യണമെന്ന് നോക്കി. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഇനി ആരാവും വിചാരിച്ചിട്ട് അങ്ങനെ നോക്കി. ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള വർക്കുകൾ നിഷാദിന് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്ന് നമുക്കും ആശിക്കാം. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.